റൂറൽ പോസ്റ്റിംഗ് പോയ സമയത്ത് ഒ പിയിൽ ഒരു 13-year-old ബോയ് വയറുവേദനയായിട്ട് വന്നു. അവൻ പറഞ്ഞത് രാവിലെ ഫുഡ് കഴിച്ചതിന് ശേഷം നല്ലൊരു വയറുവേദന തുടങ്ങി. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ആ വേദന കുറച്ചും കൂടി വേഴ്സായി. USG ഓഫ് അബ്ഡോമൻ എടുത്ത സമയത്ത് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് എന്നാണ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. എന്താണ് അപ്പൻഡിസൈറ്റിസ്? നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്നും നീണ്ടു നിൽക്കുന്ന ഏകദേശം ഒരു 3.5 ഇഞ്ച് നീളമുള്ള പൗച്ച് ലൈക്ക് സ്ട്രക്ചറാണ് അപ്പൻഡിക്സ്. അപ്പൻഡിക്സിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ വീക്കമാണ് അപ്പൻഡിസൈറ്റിസ്. ഇൻറ്റസ്റ്റൈനൽ അമിതമായ ബാക്ടീരിയയുടെ വളർച്ച, ഇൻറ്റസ്റ്റൈനൽ അൾസർ, ഹാർഡായിട്ടുള്ള സ്റ്റൂൾസ്, മറ്റേതെങ്കിലും പാരസൈറ്റ് കാരണമുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഇവയൊക്കെ അപ്പൻഡിസൈറ്റിസിന് കാരണമായിട്ട് വരാം. അതുപോലെ ചില കണ്ടീഷൻസ് അപ്പൻഡിസൈറ്റിസിന് കാരണമായേക്കാം. അപ്പൻഡിക്സ് സ്റ്റോൺസ്, കട്ടിയുള്ള മലം അപ്പൻഡിക്സിൽ കെട്ടിക്കിടക്കുന്നത് മൂലം അവ പിന്നീട് കല്ലുകളായി മാറുകയും അപ്പൻഡിക്സിൻ്റെ ദ്വാരത്തെ ബ്ലോക്ക് ആക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ബാക്ടീരിയകൾ ഉള്ളിൽ വളരാനും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവാനുമുള്ള ചാൻസസ് ഉണ്ട്. വൻകുടലിൽ വീക്കമോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ ഉണ്ടെങ്കിൽ അവ അപ്പൻഡിക്സിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ വളരെ റെയർ ആയിട്ട് അപ്പൻഡിക്സ് ട്യൂമർ ഉണ്ടാവാം. അത് അപ്പൻഡിസൈറ്റിസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പെയിനിൻ്റെ ഡ്യൂറേഷനും ഇൻഫ്ലമേഷൻ്റെ സിവിയറിറ്റിയും അനുസരിച്ചിട്ട് 2 തരത്തിലാണ് അപ്പൻഡിസൈറ്റിസ് പറയുന്നത്: അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആൻഡ് ക്രോണിക് അപ്പൻഡിസൈറ്റിസ്. അക്യൂട്ട് അപ്പൻഡിസൈറ്റിസിൽ വേദന പെട്ടെന്നാണ് ആരംഭിക്കുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം ഈ വേദന സിവിയർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പെയിന് ബെല്ലി ബട്ടൻ്റെ ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വയറിൻ്റെ വലതുവശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ചില കേസിൽ പനി, ഛർദി, തലകറക്കം എന്നിവ അനുഭവപ്പെട്ടേക്കാം. പ്രധാനമായും കുട്ടികളിലും 10 മുതൽ 30 വയസ്സിന് വരെ പ്രായമുള്ളവരിലുമാണ് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. ക്രോണിക് അപ്പൻഡിസൈറ്റിസിൻ്റെ കേസിൽ വേദന കുറച്ചുകൂടി മൈൽഡായിരിക്കും. ഇടയ്ക്കിടെ റീഅക്വർ ചെയ്യുന്ന തരത്തിലുള്ള വേദനയായിരിക്കും. ഒരിക്കൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആഴ്ചകൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം റീഅപ്പിയർ ചെയ്യപ്പെടുന്നത്. ക്രോണിക് അപ്പൻഡിസൈറ്റിസ് ഡയഗ്നോസ് ചെയ്യപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പെയിന് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ മൈൽഡ് ആയിരിക്കും. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് ഒരു പരിധിവരെ അപ്പൻഡിസൈറ്റിസ് വരുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ കണ്ടീഷനിൽ നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക്